Hello and welcome back to Leap by IAS Factor. So നമ്മൾ current affairs daily MCQs രൂപത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് and our focus is UPSC 2026 prelims. First question of this episode. How many of the following commodities are traded on eNAM platform? അപ്പം അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ UPSC എന്ന് പറയുന്നത് അഗ്രികൾച്ചറിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. സോ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ഈനാം. അപ്പോൾ ഈനാം പ്ലാറ്റ്ഫോമിലൂടെ ഈ കൊടുത്തിരിക്കുന്ന 4 കമ്മോഡിറ്റീസിൽ ഏതൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടിട്ടുണ്ട് ചോദ്യം ചോദിക്കുന്നത് MSP, ഇതിൽ ഏതൊക്കെ കമ്മോഡിറ്റീസിന് MSP കൊടുക്കുന്നുണ്ട് എന്ന ടൈപ്പിൽ ചോദ്യം കണ്ടിട്ടുണ്ട്. ഈനാം പ്ലാറ്റ്ഫോം ഒരുപാട് വർഷങ്ങളായി ലോഞ്ച് ചെയ്തിട്ട് പക്ഷേ അതിനെക്കുറിച്ച് സിഗ്നിഫിക്കൻ്റ് ചോദ്യം ഇതുവരെ വന്നിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പത്രം നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈനാം പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ച് എക്സ്ട്രാ കമ്മോഡിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. അതായത് ഇതുവരെ ഈനാമിൽ കുറേ അധികം കമ്മോഡിറ്റീസ് പറ്റുമായിരുന്നു, അത് കൂടാതെ കുറച്ചും കൂടെ ആഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് റീസെന്റ് ന്യൂസ് വന്നു. അപ്പോൾ നമ്മളതിനകത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈനാമിലൂടെ, അപ്പോൾ ഇതുവരെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും, ഈനാമിലൂടെ എന്തൊക്കെ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസും ഇല്ല, കുറേ ഉണ്ട്. അറൗണ്ട് 230 സംതിങ് സാധനങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ റീസെന്റ് അപ്ഡേഷൻ നടന്നിപ്പോൾ 240+ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ നോക്കാം. ഒന്ന് ഗ്രീൻ ടീ, മസ്റ്റർഡ് ഓയിൽ, വെർജിൻ ഒലീവ് ഓയിൽ, ലാവൻഡർ ഡ്രൈഡ് ഫ്ലവർ. ഇത്ര സാധനങ്ങളാണ്. ഗസ്സിനുള്ള ഒരു സ്കോപ്പും ഇല്ല ഈ ചോദ്യത്തിൽ. കാരണം നമ്മൾ ഒരു നോർമൽ UPSC ആസ്പിറൻസ് പൊതുവേ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഏരിയയാണ് ഈനാമിലൂടെ എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു നോർമൽ ഗസ് ഒക്കെ അടിക്കാം, ലൈക്ക് സ്പൈസസ് ഉണ്ടാവും, റൈസ് ഉണ്ടാവും, മീറ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു നോർമൽ ഗസ് അടിക്കാം. എന്നതിനപ്പുറത്തേക്ക് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കമ്മോഡിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പൈസസ്, സെറിയൽസ്, പൾസസ്, അങ്ങനെ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പോലും വലിയൊരു ശതമാനം ആസ്പിറൻസിനും അറിയണം എന്നില്ല. പക്ഷേ നമ്മൾ ഇത് ഇത്തവണ ശ്രദ്ധിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. അറിയാത്തവർക്കായിട്ട് പറയാം, ഓൾ 4 ആണ് റൈറ്റ് ആൻസർ. അതായത് റീസെൻ്റ്ലി ആഡ് ചെയ്ത കൂട്ടത്തിൽപ്പെടുന്നതാണ് എന്തൊക്കെ? ഗ്രീൻ ടീ ഉണ്ട്, ടീ ഉണ്ട്, മസ്റ്റർഡ് ഓയിലുണ്ട്, വെർജിൻ ഓയിലുണ്ട്, വെർജിൻ ഒലീവ് ഓയിലുണ്ട്, ലാവൻഡർ ഡ്രൈഡ് ഫ്ലവറും ഉണ്ട്. ഇതൊക്കെ റീസെൻ്റ് ആയിട്ടാണ് ഈനാം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ന്യൂസ് വന്നത്, അതുകൊണ്ടാണത് ഇവിടെ ക്വസ്റ്റ്യൻ ആക്കി തന്നിരിക്കുന്നത്. കാരണം ലാവൻഡർ ഡ്രൈഡ് ഫ്ലവർ എന്നൊക്കെ കാണുമ്പോൾ പലരും എലിമിനേറ്റ് ചെയ്തു പോകാം. പക്ഷെ നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ചേ, ഇതിനകത്തില്ലാത്ത പുതിയൊരു സാധനം എടുത്തുകൊണ്ട് വരികയാണെന്ന് കരുതുക. ഇപ്പോൾ സപ്പോസ് ആദ്യത്തെ 3 ഉണ്ട്, 4 ഡൗട്ട് അടിക്കുന്നവരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡൗട്ട് അടിക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തേക്കുന്ന വാക്ക്, ആ ഫുൾ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ലാവൻഡർ ഡ്രൈഡ് ഫ്ലവർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഒരിക്കലും ഒരാൾക്ക് റാൻഡമായിട്ട് തിങ്ക് ചെയ്ത് അവിടെ ഉണ്ടാക്കി എഴുതാനൊക്കത്തില്ല. അതായത് വായുവിൽ നിന്നും എടുത്ത് എഴുതാനൊക്കത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒന്നാമത് റൈസ് കിടന്നാൽ രണ്ടാമത് നമുക്ക് വീറ്റ് എന്ന് എഴുതാൻ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെയൊക്കെ മനസ്സിൽ വരും. ഞാൻ നേരത്തെ പറയുന്ന ക്വസ്റ്റ്യൻ ഇടുന്ന ആളിൻ്റെ മൈൻഡോടുകൂടി വേണം നിങ്ങൾ ചിന്തിക്കാൻ. മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ആദ്യത്തെ 3 ഓപ്ഷനകത്ത് റൈസ്, ബ്ലാക്ക് ഗ്രാം, കോക്കനട്ട് ഓയിൽ, ഇത് 3 ഉണ്ടായിരുന്നു എന്ന് കരുതുക. 4ാമത്തെ ഓപ്ഷൻ തെറ്റിക്കാനായിട്ട് എനിക്ക് അന്നേരം ഈസിയാണ്. കാരണം ഒന്നുകിൽ റൈസിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ പറയുന്ന വീറ്റ് എടുത്തിടാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിന് വരെ എനിക്ക് സൺഫ്ലവർ ഓയിൽ എന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രാമിന് പകരം എനിക്ക് വേറെ ഏതെങ്കിലും ഒരു പൾസ് ആലോചിക്കാം, അല്ലെങ്കിൽ മില്ലറ്റ് ആലോചിക്കാം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അത് കിടക്കുന്നുണ്ടോ, ലാവൻഡർ ഡ്രൈഡ് ഫ്ലവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം നമ്മൾ വായുവിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല എന്നുള്ള ആ ഒരു ബോധം നമ്മൾക്ക് എക്സാം ഹാളിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ഈനാം പ്ലാറ്റ്ഫോമിലുള്ള ബ്രോഡ് കാറ്റഗറീസ്. ഫുഡ് ഗ്രെയിൻസ് ഓർ സിറിയൽസ്, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്പൈസസ്, മിസലേനിയസ് എന്ന് പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്. മെഡിസിനൽ പ്ലാന്റ്, അത് ഓർത്ത് നോക്കണം, മെഡിസിനൽ പ്ലാന്റ് ഉണ്ട്. മേത്തി സീഡ്സ്, ചന, വീറ്റ്, വാട്ടർ ചെസ്റ്റ്നട്ട്, സ്വീറ്റ് കോൺ, ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻസ് അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആഡ് ആയിരിക്കുന്ന കമ്മോഡിറ്റീസ്. ഇപ്പോൾ റൈറ്റ് നൗ 247 കമ്മോഡിറ്റീസ് ഈ നാമിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ നാമിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നതും വളരെ നല്ലതാണ്.
Moving on to the next question. AI for inclusive societal development. The roadmap on AI launched by Niti Aayog focuses primarily on which one of the following categories? അപ്പം എ ഐ ഫോർ ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന 4 കാറ്റഗറിയിൽ ആരെ ഉദ്ദേശിച്ചുള്ളതാണ്? എ ഐ ഫോർ ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടുന്ന് ഗസ് ചെയ്യാനായിട്ടുള്ള സാധനം അവർ ഇട്ട് തന്നിട്ടുണ്ട്. ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ്. So, options നോക്കാം. Informal workers, women searching for jobs after a prolonged career break, elected representatives of local self-government bodies and students. 4 വെറൈറ്റി ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഒന്നും കൂടെ പേരൊന്ന് നിങ്ങൾ വായിച്ചാൽ ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പോട്ടെ, 2 എണ്ണമെങ്കിലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കും. എ ഐ ഫോർ ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സി, ഈ എ ഐ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് നീതി ആയോഗ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ എ ഐ റൈറ്റ് നൗ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരാ? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂത്ത് ആണല്ലേ. യൂത്ത്, അതായത് പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്നവരാവാം, കോളേജിൽ പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ ജസ്റ്റ് കോളേജ് പാസ് ഔട്ട് ആയിട്ടൊക്കെ നിൽക്കുന്ന അതായത് ഒരു ഏജ് വൈസ് പറയുകയാണെങ്കിൽ ഒരു അണ്ടർ 25 ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ട് അവരിലൂടെ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് എ ഐക്ക് ഒരു സ്പെഷ്യൽ റോഡ് മാപ്പ് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നൊരു ഗസ് ലോജിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെ എലിമിനേറ്റ് ചെയ്യാം? സ്റ്റുഡൻസിനെ എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായി? ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് എന്ന് എടുത്തും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കൂ. ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി. ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് അവരെ കൺസിഡർ ചെയ്യാം. കാരണം എന്താ? താഴെ തട്ടിലുള്ള അല്ലേ, 3rd ടയറിൽ പെടുന്ന ഡെമോക്രസിയുടെ ആളുകൾ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട്സ് ഡെമോക്രസിയുടെ ആളുകളായതുകൊണ്ട് അവിടെ ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് ആവാം. ഓപ്ഷൻ ബിയും എന്താ? വിമൻ സെർച്ചിങ് ഫോർ ജോബ്സ് ആഫ്റ്റർ എ പ്രൊലോങ്ഡ് കരിയർ ബ്രേക്ക്. സോ കരിയർ ബ്രേക്ക് കഴിഞ്ഞാൽ വിമൻ എംപവർമെന്റ് എന്നൊരു സാധനം അവിടെ കിടക്കുമ്പോൾ നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യുന്നതിന് പാടുണ്ട്. ആൻഡ് ഇൻഫോർമൽ വർക്കേഴ്സ് അതും ആയിക്കൂടെ. അപ്പൊ അതായത് നമുക്ക് 3 എണ്ണം ബാക്കി വെക്കത്തക്ക രീതിയിൽ 1 എണ്ണം മാത്രം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ നോർമൽ സ്ട്രാറ്റജി ഇത് പറയുകയാണെങ്കിൽ 3rd റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ട ചോദ്യമാണ് ഇത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. പക്ഷേ ഇപ്പൊ തന്നെ കൂട്ടത്തിൽ പഠിച്ചോ, ദിസ് ഈസ് മെന്റ് ഫോർ ഇൻഫോർമൽ വർക്കേഴ്സ്. ഇൻഫോർമൽ വർക്കേഴ്സിനെ ഉദ്ദേശിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ത്? എ ഐ ഫോർ ഇൻക്ലൂസീവ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. റീസൺ എന്താണ്? ഇന്ത്യയിലെ ഇൻഫോർമൽ വർക്കേഴ്സിന്റെ എണ്ണം റീസെന്റ് കാൽക്കുലേഷൻ പ്രകാരം ഇറ്റ്സ് അറൌണ്ട് 490 മില്യൺ ആണ്. 490 മില്യൺ ഇൻഫോർമൽ വർക്കേഴ്സ് ഉണ്ടെന്നും ആൻഡ് ദോസ് ഇൻഫോർമൽ വർക്കേഴ്സ് കോൺട്രിബ്യൂട്ട്സ് നിയർലി ഹാഫ് ഓഫ് ഇന്ത്യാസ് GDP. ഇന്ത്യയുടെ GDPയുടെ പകുതിയോളം എവിടുന്ന? ഇൻഫോർമൽ വർക്കേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. മനസ്സിലായോ? ഈ ഒരു സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓപ്ഷൻ എ ഉറപ്പായിട്ടും അടിച്ചിരിക്കണം. ഈ ഒരു സ്റ്റാറ്റ് ഇവൻ പേരറിയത്തില്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റ് ഇന്ത്യയുടെ GDPയുടെ അറൗണ്ട് 50% അല്ലെങ്കിൽ നിയർലി 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഫോർമൽ വർക്കേഴ്സ് ആണെന്നും അവരുടെ നമ്പർ ഇത്ര വലുതാണെന്നും നമുക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഓപ്ഷൻ എ അടിക്കാം. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. കാരണം മെയിൻസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണിത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് മിഷൻ ഡിജിറ്റൽ ശ്രം സേതു എന്നും പറഞ്ഞിട്ടൊരു മിഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മിഷൻ ഡിജിറ്റൽ ശ്രം സേതു. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ബ്രിഡ്ജ് ഇൻഫോർമൽ വർക്കേഴ്സ് ടു ഡിജിറ്റൽ ടൂൾസ് യൂസിങ് AI, ബ്ലോക്ക് ചെയിൻ, അങ്ങനത്തെ അതായത് ന്യൂജൻ ടെക്നോളജീസിലേക്ക് ഇൻഫോർമൽ വർക്കേഴ്സിനെ ബ്രിഡ്ജ് ചെയ്യുക. അവർക്ക് പലർക്കും ഈ ടെക്നോളജീസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണം എന്നില്ല, അവരുടെ വർക്കിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ് മിഷൻ ഡിജിറ്റൽ ശ്രം സേതു എന്ന് പറയുന്ന ആ സ്കീമും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോത്ത് ഫോർ ഫിലിംസ് ആൻഡ് മെയിൻസ്. കാരണം ഇൻഫോർമൽ വർക്കേഴ്സ് ആണ്. അതുകൊണ്ട് അതായത് MSMEs പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് എടുക്കേണ്ടതാണ് ഇൻഫോർമൽ വർക്കേഴ്സ്. Next one, which of the following ministries at the union level is behind the Future Skills Prime Initiative? ഈ സ്കിൽസ് വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ, സ്കില്ലിംഗ് ചേർത്തിട്ട് വരുന്ന എല്ലാ സ്കീംസും എല്ലാ പ്രോഗ്രാംസും
എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം, ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം ഇനീഷ്യേറ്റീവ് ഇതിൽ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? ഒരു നോർമൽ ഗസ് അടിക്കാൻ പോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ഡി ആയിരിക്കും പറയുക. അങ്ങനെ അടിച്ചാൽ അത് തെറ്റും. കാരണം സ്കിൽ ഡെവലപ്മെന്റ് നോർമൽ ഗസ്സാ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നോർമൽ ലോജിക്കിന് പോകുന്നത് നമ്മൾ കാണാപ്പാഠം പഠിക്കണമെന്നില്ല, ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ലോജിക്കിന് ഓപ്പോസിറ്റ് പോകുന്നത് നമ്മൾ പഠിച്ചു വെക്കണം, അത് ശ്രദ്ധിച്ചു വെക്കണം, യുണീക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. അപ്പോഴാണ് നമ്മളുടെ സ്ട്രാറ്റജി പ്രോപ്പർ ആവുന്നത്. ലോജിക്കിനനുസരിച്ച് പോകുന്നത് ഓർത്ത് വെക്കാൻ പാടുപെടണ്ട, കാരണം അത് ലോജിക്കിൽ വർക്കൗട്ട് ആയിക്കോളും. ലോജിക്ക് ഓപ്പോസിറ്റ് പോകുന്നത് മാത്രം പഠിച്ചാൽ മതി, അത് വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് സ്ട്രോങ് ആവാം. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ എന്താ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫ്യൂച്ചർ സ്കിൽസിനെ കുറിച്ചാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, അത് എന്താ പറയേണ്ടത്, ഒരൊറ്റ നോട്ടത്തിൽ അതിന് സാധ്യതയില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഫ്യൂച്ചർ സ്കിൽസ് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ സ്കിൽസ്, ഇപ്പോഴത്തെ സ്കിൽ എന്ന് തന്നെ AI ഒക്കെയാണ് വേണ്ടത്. ഇപ്പോൾ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ ഈ ഡിജിറ്റൽ സാധനം കൂടുതൽ വന്നുകൂടെ, അപ്പോൾ അതും ആവാം. ഇനി ലാസ്റ്റ് വൺ, മിനിസ്ട്രി ഓഫ് MSMEs. തെറ്റിക്കാനിടുന്ന മറ്റൊരു ഓപ്ഷനാണ്. കാരണം UPSCക്ക് ഒരു ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതും നമ്മൾ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് രണ്ടും അല്ല എന്ന് പഠിക്കണം. പിന്നെ ഏതാ ഇതിനകത്ത് ഏറ്റവും സാധ്യത കുറവുള്ള മെയ്റ്റിയാണ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും നാസ്കോമും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡിജിറ്റൽ സ്കില്ലിംഗ് പ്രോഗ്രാമാണ് ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഡിജിറ്റൽ ടാലന്റ് നേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന പരിപാടിയാണ്. ആര് കൊണ്ടുവന്നു? മെയ്റ്റിയും നാസ്കോമും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഇൻഡസ്ട്രിയുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കൊളാബറേഷനോട് കൂടിയിട്ട് സ്റ്റുഡൻസിന്, അതായത് ഫ്യൂച്ചർ ടെക്നോളജീസിൽ ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആയിക്കോട്ടെ, ക്ലൗഡ് ആയിക്കോട്ടെ, സൈബർ സെക്യൂരിറ്റി, അങ്ങനത്തെ ഫ്യൂച്ചർ റെഡി ആക്കാൻ വേണ്ടി, നമ്മുടെ യൂത്തിനെ ഫ്യൂച്ചർ റെഡി ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പ്രോഗ്രാമാണ് ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം ഇനീഷ്യേറ്റീവ്. മെയ്റ്റിയുടെ കീഴിലാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് നാഷണൽ ഓക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. നോക്കൂ, വീണ്ടും അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്കിനെ കുറിച്ച് വീണ്ടും ഒരു ചോദ്യം കൂടെ ഞാൻ ഇട്ടിരിക്കുക. കാരണം അത് അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. Question, which of the following can be considered a financial information provider under accounts aggregator framework? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡർ എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. അപ്പം ഇതിൽ ആരെയൊക്കെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡറായിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് ചോദ്യം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് എളുപ്പമാണ്, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗസബിൾ ആണ്. എന്തായാലും ഇൻഷുറൻസ് കമ്പനി നമ്മൾ അടിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെ അടിക്കാൻ നമുക്ക് പറ്റും? ഈ രണ്ടെണ്ണം 1ഉം 2ഉം അടിക്കണോ വേണ്ടായോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവാം, അല്ലേ? അടിക്കണോ വേണ്ടായോ എന്നൊരു ഡൗട്ട്. കാരണം GSTN നമ്മൾ ഇങ്ങനൊന്നും അല്ലല്ലോ കരുതിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡർ അണ്ടർ അക്കൗണ്ട്സ് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, ഇതൊക്കെ ആയാൽ ഓക്കെ ആണ്. പക്ഷേ GSTN വരുമോ, ക്ലിയറിംഗ് ഹൗസ് കോർപ്പറേഷൻ വരുമോ, ഇതൊക്കെ നമ്മുടെ ഡൗട്ടായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവാം. ഇനി ഒന്നൊന്നും പോരാതെ NBFC ഉണ്ടാവുമോ? ഇവിടെ ഒരു ലോജിക്കൽ ഗസ് അടിക്കുന്നത് കുറേയൊക്കെ നമ്മളെ സഹായിക്കും. NBFC ഉണ്ടായിരിക്കുമോ? അതൊരു ഗസ് അടിച്ചാൽ മതിയല്ലോ. NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡറായിട്ട് വരുമോ? വന്നുകൂടെ? കാരണം എന്താ, NBFCs രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇത് പഠിക്കുന്നുണ്ട്. NBFCs രജിസ്റ്റർ ചെയ്യുന്നത് അതാത് ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സിൻ്റെ കീഴിലാണ്. ഇപ്പോൾ RBIയിൽ രജിസ്റ്റർ ചെയ്യുന്ന NBFC ഉണ്ടാവാം, പിന്നെ സെബിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഉണ്ടാവാം. അങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റേഴ്സിൻ്റെ കീഴിൽ NBFCs രജിസ്റ്റേർഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ NBFCയും എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡറായിട്ട് മാറാം. എന്നാൽ കേട്ടോളൂ, ബാക്കി രണ്ടെണ്ണവും ഇതിൽ പെടുന്നുണ്ട്. So that means 1, 2, 3 and 4 are considered as financial information provider under accounts aggregator framework. ഇനി നോക്കൂ, ആ രണ്ടെണ്ണത്തിനെയും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഷാൽ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പം
എന്തിന് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതിൽ വന്നു എന്നുള്ള ചോദ്യത്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കയ്യിൽ വെക്കുന്ന G-Secs ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആരുടെ കയ്യിലാണ് ഉള്ളത്? ക്ലിയറിംഗ് കോർപ്പറേഷന്റെ കയ്യിലാണുള്ളത്. അപ്പൊ അത് മറ്റൊരു എൻറ്റിറ്റിക്ക് കൈമാറാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡർ ആയിട്ട് വർക്ക് ചെയ്യാം. GSTNO സ്വാഭാവികമല്ലേ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന് കീഴിൽ വർക്ക് ചെയ്യുന്ന, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന് കീഴിലാണ് എന്ത് ഈ GSTN എന്ന് പറയുന്ന സ്ഥാപനം ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡർ ആയിട്ട് വർക്ക് ചെയ്യുക. GSTN റെഗുലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആണ്. ഓക്കെ, പഠിച്ചു നോക്കുക. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉണ്ട്, GSTN ഉണ്ട്, ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, NBFC ഉണ്ട്, ബാങ്കുകളുണ്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച എല്ലാവരും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. വേൾഡ് ജോഗ്രഫി പ്ലസ് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം പലരും ഡൗട്ട് അടിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ച് അല്ലേ. ദി ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇസ് സ്പ്രെഡ് അലോങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് എന്നാണ് ചോദ്യം. കഴിഞ്ഞ വർഷം ഡൗൺ ടു എർത്ത് മാഗസിൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് വന്ന ഒരു ടോപ്പിക്കിൽ ഒന്നെന്ന് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. മറ്റ് മാഗസിൻസ് എടുത്ത് നോക്കിയാലും എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസുകളിൽ വളരെ വലിയൊരു ശതമാനം ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ച് എന്താ പറയുക ഡിഫറെന്റ് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പലർക്കും ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം എല്ലാവർക്കും അറിയാം അല്ലേ. എന്താ? ബ്രസീൽ എന്തായാലും റൈറ്റ് ആൻസർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് C ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. കാരണം ബ്രസീൽ ഉണ്ടാവണം. ബ്രസീലിന്റെ വലിയൊരു ശതമാനം ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ വലിയൊരു പ്രശ്നം ഇവിടെ നേരിടുന്നത് സൗത്ത് അമേരിക്കയുടെ മാപ്പ് പ്രോപ്പർലി എല്ലാവർക്കും അറിയത്തില്ല. വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രം സൗത്ത് അമേരിക്കയുടെ മാപ്പ്, ആഫ്രിക്കയുടെ മാപ്പ് ഇതൊക്കെ അറിയത്തുള്ളൂ. യൂറോപ്പിന്റെ മാപ്പ് കുറെ കൂടെ എല്ലാവർക്കും അറിയാം. അറ്റ്ലീസ്റ്റ് കുറെ കൺട്രീസ് അറിയാം. ഈ ചെറിയ ചെറിയ ലാറ്റ്വിയ, ലിത്വാനിയ അതൊക്കെ എവിടെ കിടക്കുന്നത് അറിയത്തില്ലെങ്കിലും ഫ്രാൻസ് എവിടെയാണ്, സ്പെയിൻ എവിടെയാണ്, ജർമ്മനി എവിടെയാണ്, ഗ്രീസ് എവിടെയാണ്, ഇങ്ങനത്തെ ഐഡിയാസ് കുറേയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വലിയൊരു ഐഡിയ ഉണ്ട്. പക്ഷെ സൗത്ത് അമേരിക്കയുടെ മാപ്പ് എടുക്കുമ്പോൾ ബ്രസീൽ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ബാക്കി രാജ്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് വലിയ ഡൗട്ടാണ്. ആഫ്രിക്കയും സിമിലർലി ആണ്. സൊമാലിയ, എറിട്രിയ, ജിബൂട്ടി, ഈജിപ്റ്റ്, പിന്നെ സൗത്ത് ആഫ്രിക്ക ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ബാക്കി ആർക്കും അറിയത്തില്ല. ഓക്കെ, അറിയാത്തവർ അപ്പം പഠിക്കുക. ഇതിനകത്ത് ബ്രസീൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സിലേക്ക് ഒരു മാപ്പ് കടത്തി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനൊക്കും. കാരണം ബ്രസീലിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഈ ഫോറസ്റ്റിന്റെ സാന്നിധ്യമുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ബ്രസീലിൽ നിന്ന് എങ്ങോട്ടാണ് സ്പ്രെഡ് ചെയ്തേക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനൊക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അർജന്റീന. അർജന്റീനയിലേക്ക് ആരില്ല, ആമസോൺ റെയിൻ ഫോറസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ 1, 3, 4 എലിമിനേറ്റഡ്, 1, 2, 3, 4 എലിമിനേറ്റഡ്. സോ റൈറ്റ് ആൻസർ ഈസ് 1, 2 and 3 ഉള്ളി. ദാ ഇവിടെ മാപ്പ് ഉണ്ട് നോക്കൂ. അർജന്റീന എന്ന് പറയുന്ന രാജ്യം കിടക്കുന്നത് ദേ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇതാണ് അർജന്റീന. മനസ്സിലായില്ലേ? ഇത് ബ്രസീലിന്റെ വലിയൊരു ഭാഗവും ഉണ്ട്. ബ്രസീൽ ഇങ്ങനെ കിടക്കുക. ഈ ബ്രസീലിന്റെ വലിയൊരു ഭാഗവും എന്താണ്? ആമസോൺ ആണ്. ഇപ്പുറത്തെ ബൊളീവിയ, പെറു, ഇക്വഡോറിന്റെ ചെറിയൊരു ഭാഗം, കൊളംബിയയുടെ ചെറിയൊരു ഭാഗം, വെനസ്വേല, ഗയാന, സുരിനാമെ, അങ്ങനെ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷെ സതേൺ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്കയിലേക്ക് എന്ത് വരുന്നില്ല? ആമസോൺ റെയിൻ ഫോറസ്റ്റ് വരുന്നില്ല. അതായത് ചിലിയിലേക്ക് വരുന്നില്ല, അർജന്റീനയിലേക്ക് വരുന്നില്ല, പാരഗ്വേയിലേക്ക് വരുന്നില്ല, ഉറുഗ്വേയിലേക്ക് വരുന്നില്ല. ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രസീലിലാണ്, 2ാം സ്ഥാനം പെറുവിലാണ്, 3ാം സ്ഥാനമാണ് കൊളംബിയയിലുള്ളത്. പിന്നെ ചെറിയ ചെറിയ ഏരിയാസ് ബൊളീവിയ, എക്വഡോർ, ഫ്രഞ്ച് ഗയാന, സുരിനാമെ അങ്ങനത്തെ എല്ലാ രാജ്യങ്ങളിലും കിടപ്പുണ്ട്. ഓക്കെ, ഈ ഒരു ഓർഡറും പഠിച്ചു വെക്കുക. ബ്രസീൽ, പെറു, കൊളംബിയ ഒന്ന് പഠിച്ചു വെക്കുക. അർജന്റീന, അതായത് സതേൺ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്കയിലേക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ സ്പ്രെഡ് ഇല്ല എന്നും ഓർത്തു വെക്കുക.